നിങ്ങൾ രണ്ടുപേരും ക്രിസ്മസിന് നന്നായി ഒരുങ്ങുന്നില്ലേ? ഇത് സ്നാപക യോഹന്നാൻ്റെ ഫോട്ടോ ആണ്. ടീച്ചറെ, ക്രിസ്മസും സ്നാപക യോഹന്നാനും എന്താണ് ബന്ധം? നല്ല ചോദ്യമാണ് ഇവാനിയ ചോദിച്ചത്. ക്രിസ്മസും സ്നാപക യോഹന്നാനും തമ്മിലുള്ള ബന്ധം ടീച്ചർ പറഞ്ഞുതരാം. നമ്മൾ സ്നാപക യോഹന്നാനെ ആദ്യമായി പരിചയപ്പെടുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. സ്നാപക യോഹന്നാൻ്റെ പിതാവിൻ്റെ പേര് സക്രിയ എന്നാണ്. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. സക്രിയയുടെ ഭാര്യ എലിസബത്ത്. ഇവർ രണ്ടുപേരും നീതിനിഷ്ഠരും ദൈവിക പ്രമാണങ്ങൾ തികച്ച് പാലിച്ചിരുന്ന വ്യക്തികളായിരുന്നു. ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. വളരെയേറെ പ്രായവും കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ഒരു ദിവസം സ്നാപക യോഹന്നാൻ്റെ പിതാവ് സക്രിയ ദേവാലയത്തിൽ ധൂപം വീശുന്ന സമയത്ത് ദേവാലയത്തിൻ്റെ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടത് കണ്ടു. സക്രിയ വളരെ അസ്വസ്ഥനായി. മാലാഖ വന്ന് സക്രിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ ഗബ്രിയേൽ മാലാഖയാണ്. നിൻ്റെ ഭാര്യയായ എലിസബത്തിൽ നിനക്കൊരു മകൻ ജനിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. ആ കുഞ്ഞ് ദൈവസന്നിധിയിൽ വലിയവനായിരിക്കും. അവൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ആ കുഞ്ഞ് നിറയും. മാലാഖയുടെ വാക്കുകൾ മുഴുവനും അതുപോലെ വിശ്വസിക്കാൻ ആ സമയത്ത് സക്രിയയ്ക്ക് കഴിഞ്ഞില്ല. ഒരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ മാലാഖയിൽ നിന്നൊരു വചനമുണ്ടായി, എൻ്റെ വാക്ക് നീ വിശ്വസിക്കായികയാൽ ഇത് നിറവേറുന്നത് വരെ നീ ഊമനായിരിക്കും. ദേവാലയ ശുശ്രൂഷ കഴിഞ്ഞ് സക്രിയ തൻ്റെ ഭവനത്തിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സക്രിയയുടെ ഭാര്യ എലിസബത്ത് ഗർഭിണിയായി. ഇവിടെ നിന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഈശോയുടെ വരവിനെക്കുറിച്ചുള്ള മംഗളവാർത്ത പരിശുദ്ധ കന്യകാമറിയത്തോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞപ്പോൾ ഒരു സൂചന നൽകി. നിൻ്റെ ബന്ധുവായ എലിസബത്ത് വൃദ്ധയായിരിക്കുന്ന അവളിപ്പോൾ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്കിപ്പോൾ 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്നും പറഞ്ഞു. പരിശുദ്ധ അമ്മ അവിടെ നിന്ന് ഈ എലിസബത്ത് ഗർഭിണിയാന്നുള്ള വാർത്ത കേട്ടപ്പോൾ എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കയറി ചെന്നു. പരിശുദ്ധ അമ്മയെ എലിസബത്ത് കണ്ടപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശു കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവിനാൽ ആ ശിശു നിറഞ്ഞു. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഈശോയുടെ വരവിനെ പ്രഖ്യാപിക്കുകയാണ് സ്നാപക യോഹന്നാൻ. ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കാൻ വന്ന പ്രവാചകനായിരുന്നു സ്നാപക യോഹന്നാൻ. ഇനി നമുക്ക് ഇവർ രണ്ടുപേരും തമ്മിൽ ജനിച്ചിട്ടുള്ള ആ ഒരു ബന്ധം കൂടി നോക്കാം. സ്നാപക യോഹന്നാൻ ജനിച്ചത് ജൂൺ 24-നാണ്. ഈശോ ജനിച്ചത് ഡിസംബർ 25-ന്. ഈ 2 ജനനങ്ങൾ തമ്മിൽ 6 മാസത്തെ വ്യത്യാസമുണ്ട്. ഇതിൽ സഭ പറയുന്ന മറ്റൊരു കാര്യം, ജൂൺ 24-ന് സ്നാപക യോഹന്നാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കുകയാണ്. ഈശോയ്ക്ക് വേണ്ടി പ്രവാചകനായി, വലിയ പ്രവാചകനായിരുന്നു സ്നാപക യോഹന്നാൻ. ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി വഴിയൊരുക്കി. സ്നാപക യോഹന്നാൻ പറഞ്ഞ ഒരു വാചകം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സ്നാപക യോഹന്നാൻ ഈശോനെ പറ്റി പറയുകയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യോഹന്നാൻ 3:30 ഇങ്ങനൊരു വാചകം പറയുന്നത്. അത് നമുക്ക് ഇവരുടെ ജനനവുമായി ബന്ധപ്പെടാം. ജൂൺ 24 തൊട്ട് ദിവസത്തിൻ്റെ ദൈർഘ്യം, ഉത്തരാർദ്ധഗോളത്തിൽ ദിവസത്തിൻ്റെ ദൈർഘ്യം ഇങ്ങനെ കുറഞ്ഞു വരും. ജൂൺ 24 തൊട്ട് ദിവസത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരും. ഇനി ഡിസംബർ 25 തൊട്ട്, അപ്പോൾ യോഹന്നാൻ പറഞ്ഞ ആ വാചകം എന്താണ്? ഞാൻ കുറയണം. അതുപോലെ ആ ദിവസവും കുറഞ്ഞു വരുന്നു. ഇനി ഡിസംബർ 25 തൊട്ട് നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദിവസത്തിൻ്റെ ദൈർഘ്യം ഏറി വരുന്നു. ക്രിസ്തു അവിടെ വളർന്നു വരുന്നതാണ്. ക്രിസ്തുവിൻ്റെ പ്രകാശമാണ് നമ്മൾ ഈ വാചകത്തിൽ കാണുന്നത്. മറ്റൊരു കാര്യം, നമുക്ക് യോഹന്നാൻ്റെ ജനനം ക്രിസ്മസിനുള്ള ഒരുക്കമായിട്ടാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ ജനനം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് കാണിച്ചു തരുന്നത്. ഇനി യോഹന്നാൻ്റെ ജനനവും യോഹന്നാൻ്റെ പ്രവചനവും നമുക്ക് ക്രിസ്മസിന് ദൈവം നൽകിയ വലിയൊരു സമ്മാനമാണ്. ഇതാണ് യോഹന്നാനും ക്രിസ്മസും തമ്മിലുള്ള ബന്ധം.
ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായ ഹാപ്പി ക്രിസ്മസ്.